കഞ്ഞിയുടെ കൂടെ കഴിക്കുന്ന ചെറുപയർ ഉലർത്തിയതുണ്ടാക്കാം. അതിനായിട്ട് ഏകദേശം 1 കപ്പ് ചെറുപയർ എടുത്തിട്ടുണ്ട്. ഈ ഒരളവിന് 1 കപ്പ് ചെറുപയർ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകി എടുക്കാം. രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയെടുത്തതിന് ശേഷം വേകാൻ ആവശ്യമായ അത്രയും വെള്ളം ഒഴിക്കണം. ഇത് കുതിർത്തതല്ലല്ലോ, അതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ വെള്ളം ഇതിലേക്ക് ആവശ്യമുണ്ട്. ചെറുപയറിൻ്റെ അളവിനേക്കാൾ കുറച്ചുകൂടെ പൊങ്ങി നിൽക്കണം വെള്ളത്തിൻ്റെ അളവ്. ഇതാ ഈ ഒരളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചെറുപയറിലേക്ക് ആവശ്യമായ അത്രയും ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഉപ്പിൻ്റെ അളവ് വെള്ളത്തിൽ തൊട്ട് നോക്കണം. ഉപ്പിൻ്റെ അളവ് വെള്ളത്തിൽ ആവശ്യത്തിനുണ്ടെങ്കിൽ ചെറുപയർ വേകുമ്പോഴത്തേക്കും ആവശ്യത്തിന് ഉപ്പ് ചെറുപയറിലേക്ക് ഉണ്ടായിരിക്കും. ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കാം. ഹൈ ഫ്ലെയിമിലേക്ക് ഇട്ട് ആവി വരുത്തണം. ആവി വന്നിട്ടുണ്ട്. ഫ്ലെയിം കുറയ്ക്കാം. വിസിലിട്ട് കൊടുക്കാം. വിസിലിട്ടതിന് ശേഷം ഫ്ലെയിം കുറച്ച് വെച്ച് 1 വിസിൽ വേകണം. കുക്കറിലെ പ്രഷറെല്ലാം പോയതിന് ശേഷം തുറന്നു നോക്കാം. വിസിലെല്ലാം പോയിട്ടുണ്ട്. കുക്കർ തുറന്നു നോക്കാം. പയർ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നല്ലതുപോലെ വെന്തിട്ടുണ്ട്. 1 വിസിൽ മതിയായിരുന്നു. ഉണക്ക് കൂടുതലുള്ള പയറൊക്കെ ആണെങ്കിൽ ഒരു 1-2 വിസിലൊക്കെ വേണ്ടി വരും. ഇതിപ്പോൾ ഒരൊറ്റ വിസിൽ തന്നെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം ഒരു മൺചട്ടി വെച്ച് കൊടുക്കാം. ചട്ടി ചൂടാകുമ്പോഴത്തേക്കും ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒത്തിരി എണ്ണയുടെ ആവശ്യമില്ല. ഒരു 1-2 ടേബിൾ സ്പൂൺ എണ്ണ മാത്രം മതിയാകും. കടുക് ഒന്ന് പൊട്ടിച്ചെടുക്കാൻ വേണ്ടി മാത്രമാണ്. ഒരു തണ്ട് കറിവേപ്പില, അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഇളക്കി കൊടുക്കാം. ചെറിയ ഉള്ളിയുടെ നിറം ചെറുതായിട്ടൊന്ന് മാറി വരണം. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളിയും കൂടി ചേർന്നതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മൂത്ത് വരട്ടെ. വെളുത്തുള്ളി ആയാലും ചെറിയ ഉള്ളി ആയാലും കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. 1/4 ടീസ്പൂൺ മതിയാവും. മിക്സ് ചെയ്ത് കൊടുക്കാം. അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് വറ്റൽമുളകാണ്. ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന വറ്റൽമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. വറ്റൽമുളക് മൂത്ത് വരുമ്പോഴത്തേക്കും വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കാം. എരിവിനായിട്ട് ഇവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് വറ്റൽമുളകാണ്. വറ്റൽമുളക് ഇല്ല എങ്കിൽ മുളക് പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. എരിവിനനുസരിച്ച് വറ്റൽമുളകിൻ്റെ അളവും അതുപോലെ മുളക് പൊടിയുടെ അളവും ഒക്കെ തീരുമാനിക്കാവുന്നതാണ്. ഞാനിവിടെ 3 വറ്റൽമുളകാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. മുളക് പൊടിയാണെങ്കിൽ 1 ടീസ്പൂണൊക്കെ മതിയാകും. കടുക് പൊട്ടിച്ചപ്പോഴത്തേക്കും 5 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതും അതുപോലെ തന്നെ 5 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതുമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കുക്കറിൽ ഒഴിച്ച് കൊടുത്തിരുന്ന വെള്ളത്തിൻ്റെ അളവൊക്കെ പാകമായിരുന്നു. അതുപോലെ പയർ നല്ലപോലെ വെന്ത് വന്നിട്ടുമുണ്ട്. കൂടുതൽ വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല. കുക്കറിലെ മുഴുവൻ പയറും ഇതിലേക്ക് ചേർത്ത് കൊടുത്തതാണ്. കുറച്ച് വെള്ളം കൂടിപ്പോയാൽ ഈ സമയം വറ്റിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഉപ്പിൻ്റെ അളവ് നോക്കണം. ചെറുതായിട്ട് ഈർപ്പമുള്ളപ്പോൾ തന്നെ ഉപ്പിൻ്റെ അളവ് നോക്കണം. കുറവാണെങ്കിൽ ഈ സമയം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഉപ്പ് കുറച്ച് കുറവാണ്, ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലതുപോലെ ഇളക്കി കൊടുത്ത് വെള്ളമയമില്ലാതെ എടുക്കാം. ചെറുപയർ ഇവിടെ നല്ലതുപോലെ ഉലർന്ന് വന്നിട്ടുണ്ട്. വെള്ളത്തിൻ്റെ അംശമെല്ലാം പോയി നല്ലതുപോലെ ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇത്രയും മതിയാകും. അവസാനമായിട്ട് കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത്രയും മതിയാകും. ഫ്ലെയിം ഓഫ് ചെയ്യാം. 5 മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം ഉപയോഗിക്കാവുന്നതാണ്. അപ്പോഴത്തേക്കും ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയുടെ മണവും രുചിയും എല്ലാം പയറിലേക്ക് ഇറങ്ങി നല്ലൊരു ടേസ്റ്റായിട്ട് വന്നിട്ടുണ്ടാകും. ഇത് ഏറ്റവും നല്ലത് കഞ്ഞിയുടെ കൂടെ കഴിക്കാനാണ്.
മഴയും തണുപ്പുമൊക്കെ ഉള്ളപ്പോഴത്തേക്ക് കഞ്ഞി ഉണ്ടാക്കിയാൽ അതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കോമ്പിനേഷനാണ് ചെറുപയർ ഉലർത്തിയത്. ഇത്തരത്തിൽ ഉണ്ടാക്കി നോക്കിയ ശേഷം അഭിപ്രായം അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യണേ. മറ്റൊരവസരത്തിൽ വീണ്ടും കാണാം. താങ്ക് ചൂടുള്ള കുത്തിരി ചോറിൻ്റെ കഞ്ഞിയും പയറും ഉലർത്തിയതും. ഈ ഒരു കോമ്പിനേഷനെ കുറിച്ച് ഞാൻ പറയേണ്ടതില്ലല്ലോ. അടിപൊളിയല്ലേ?